വിഴിഞ്ഞം തുറമുഖ പദ്ധതി അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വികസന പദ്ധതിയാണ്. വികസനത്തിന് ഒരിക്കലും കടലോര ജനതയോ സഭയോ എതിരല്ല, ഒരിക്കലും എതിര് നിന്നിട്ടുമില്ല. പക്ഷേ ഈ വികസന പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ അവിടെയുള്ള ഒരു തീരദേശ ജനത മുഴുവനും വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് അവരുടെ ഭാവി എന്ത്, അവരുടെ ജീവിതം, സ്വത്ത് തുടങ്ങിയവയൊക്കെ എങ്ങനെ ഇത്തരം ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നു. അതിനൊന്നും ഉത്തരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കുന്നില്ല. ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ വ്യക്തമായ പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത്തരമൊരു പഠനം ശരിയായ വിദഗ്ധരുടെ സഹായത്തോടു കൂടി നിഷ്പക്ഷമായ രീതിയിൽ, അത് സമുദ്ര പഠനവുമായി ബന്ധപ്പെട്ടവരും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ഗവേഷകരും ഉൾക്കൊള്ളുന്ന ഒരു സംഘം അവിടെയുള്ള ജനങ്ങളുടെ പ്രതിനിധികളെ കൂടെ ബോധ്യപ്പെടുത്തുവാൻ പാകത്തിൽ ശരിയായ പഠനം നടത്തി മാത്രമേ മുൻപോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുവരെ താൽക്കാലികമായിട്ട് എങ്കിലും ഈ പദ്ധതി നിർത്തിവെച്ചുകൊണ്ട് ഇത്തരമൊരു പഠനം നടത്തി ഇവരുടെ ഭാവി കൃത്യമായ രീതിയിൽ അവരുടെ പുനരധിവാസമെല്ലാം ഉറപ്പുവരുത്താൻ കഴിയണമെന്നതാണ് ആ തീരദേശ ജനത, അതുപോലെ ലത്തീൻ അതിരൂപത, കത്തോലിക്കാ സഭയൊക്കെ ആവശ്യപ്പെടുന്നത്. ഇത്തരം ഒരു ജനത, ഇവർ അല്ലെങ്കിൽ കത്തോലിക്കാ സഭ എന്നും എക്കാലത്തും വികസനത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ളവരാണ്. ഈ തീരദേശ ജനതയുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. വിക്രം സാരാഭായി സ്പേസ് റിസർച്ച് സെൻറ്റർ ജന്മമെടുത്തത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ലത്തീൻ സഭയുടെ കത്തീഡ്രൽ പള്ളി ഇരുന്ന സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടാണ്. അതുപോലെ തന്നെ എവിടെയും വികസനത്തിന് കൂടെ നിൽക്കുന്ന ഒരു സഭാ സമൂഹമാണിത്. അങ്ങനെ ഒരു സമൂഹത്തെ അത്തരത്തിലുള്ള പാവപ്പെട്ട മനുഷ്യരെ മുഴുവനും തഴഞ്ഞിട്ട് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ, അവകാശങ്ങൾ നിഷേധിച്ചിട്ട് മുൻപോട്ട് പോകുന്നത് ശരിയല്ല. അത് കടുത്ത മനുഷ്യാവകാശ ലംഘനവും അനീതിയുമാണെന്ന കാര്യം സർക്കാർ തിരിച്ചറിയണം. സർക്കാർ ചർച്ചയ്ക്ക് സമരത്തിൻ്റെ അവസാന ഭാഗത്ത് എത്താൻ തയ്യാറായി എന്നുള്ളത് ശുഭോദർക്കമാണെങ്കിലും കാര്യമായ തീരുമാനങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല. പലതരത്തിലും കണ്ണിൽ പൊടിയിടുന്ന ചില വാഗ്ദാനങ്ങളും താൽക്കാലിക ആശ്വാസങ്ങളും കൊടുത്തിട്ട് ഒരു ജനതയെ പരിപൂർണമായും കുടിയൊഴിപ്പിക്കുന്ന, ഇല്ലെന്നാക്കുന്ന നിലപാട് ഒരിക്കലും ശരിയല്ല. ഈ കാര്യത്തിൽ സർക്കാർ സത്വരമായ ഇടപെടലുകൾ നടത്തണം. ജനാധിപത്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് ഒരു ജനതയുടെ സ്വത്തിനും ജീവനും കാവലാകുക എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആഗോളതലത്തിൽ തന്നെ നടപ്പിലാക്കാറുള്ള നിയമ നടപടികൾ, അതിൻ്റെ ആഘാതം ഏൽക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ സുരക്ഷ, സംരക്ഷണം, ഭാവി, ഇത് മുഴുവനും ഉറപ്പാക്കാൻ പരിരക്ഷ നൽകുവാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു കരാറുണ്ടാവുകയും താൽക്കാലികമായിട്ടെങ്കിലും ഇതിൻ്റെ നടത്തിപ്പ് പദ്ധതി നിർത്തിവെച്ചുകൊണ്ട് തന്നെ ശരിയായൊരു നിഷ്പക്ഷമായ ആഘാത പഠനം നടത്തി നിയമപരിരക്ഷ ഈ ജനത്തിന് ഉറപ്പുവരുത്താനും സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനാധിപത്യപരമായിട്ട് ഭരണത്തിൽ വന്ന ഒരു സർക്കാർ അവർ സംരക്ഷിക്കേണ്ട ഒരു ജനതയെ മുഴുവനും അവഗണിച്ചുകൊണ്ട് അവർക്ക് പുറംതിരിയുക എന്നുള്ളത് കടുത്ത അനീതിയും അത് വലിയൊരു അവകാശ ലംഘനം, മനുഷ്യ അവകാശ ലംഘനവുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമരവുമായിട്ട് തന്നെ ആ ജനത മുൻപോട്ട് പോകും. അത് കേരളം മുഴുവൻ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്. സഭ ഈ കാര്യത്തിൽ മുൻപോട്ട് വരുന്നു, ഈ ജനതയുടെ കൂടെ നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ.